ഇന്ന് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഹ്യൂമൻ ബിഹേവിയറിന്റെ കോസസ് എന്ന് നോക്കാം. മെയിൻ ആയിട്ട് രണ്ട് കോസസ് ആണ് ഉള്ളത്, ഇന്റേണൽ ഫീലിംഗ് ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഇന്റേണൽ ഫീലിംഗ് എന്നാൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഫീലിംഗ് ആണ്. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. ആ ദേഷ്യം ഫീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് കാരണമാണ് നമ്മൾ അവിടെ ആ രീതിയിൽ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എൻവയൺമെന്റ് കാരണവും നമ്മൾ ബിഹേവ് ചെയ്യും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കാറ്റ് വീശുമ്പോൾ നമ്മൾ മുഖം തിരിക്കും. കാറ്റിൽ വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ മുഖത്തേക്കും കണ്ണിലേക്കും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മുഖം തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാത്രമാവണമെന്നില്ല, നമുക്ക് ചുറ്റും ഒരുപാട് നോയ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെവി അടച്ചു പിടിക്കുന്നു. അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും വരും. ഇന്റേണൽ ആയിട്ട് വരുന്നത് നമ്മുടെ ഫീലിങ്സ് ആണെങ്കിൽ, എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് എൻവയൺമെന്റിൽ നിന്നുള്ള ഒരുപാട് നോയ്സുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസുകളോ, ചിലപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളോ ഒക്കെ ആകാം. സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നു. ആ ഒരു ചിരിയും നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഫാക്ടേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഈ ഓരോ ഫാക്ടേഴ്സിനകത്തും എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അണ്ടർ എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ് കം എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ലെവൽ, വേജ് റേറ്റ്സ്, ജനറൽ എക്കണോമിക് എൻവയൺമെന്റ്, ദെൻ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. എംപ്ലോയ്മെന്റ് ലെവൽ എങ്ങനെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നു നോക്കാം. ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ അവനക്കുള്ള ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും. ഈവൻ അവിടെ ജോബിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം പുറത്ത് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. വി വിൽ ബി മോർ റിലാക്സ്ഡ്. പുറത്ത് ഏതെങ്കിലും ജോലിയിലേക്ക് നമുക്ക് മാറാം എന്നുള്ള ഒരു കോൺഫിഡൻസിലായിരിക്കും നമ്മൾ അവിടെ നമ്മുടെ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ദി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യൽ എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അവരുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ്സിനകത്ത് അവർക്ക് നല്ല റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സോഷ്യോ കൾച്ചറൽ എൻവയൺമെന്റ്, സോഷ്യൽ എൻവയൺമെന്റ് കൺവീനിയന്റ് ആണെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ അവരുടെ ബിഹേവിയറിൽ അത് പ്രതിഫലിക്കും. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലിനും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചാണ് അവരുടെ വാല്യൂസും ബിലീഫ്സും ഒക്കെ ഫോം ചെയ്യുന്നത്. ഈ വാല്യൂസിനും ബിലീഫ്സിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയ ഒരു കൺട്രി ആണെങ്കിൽ അവിടെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരും, കൂടുതൽ ഓർഗനൈസേഷൻസ് അവിടെ ഫംഗ്ഷൻ ചെയ്യും. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിലാക്സ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസിന് അവിടെ ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും. പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയ കൺട്രീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അതിന്റെ ഭാഗമായിട്ട് കമ്പനികൾ കൂടുതൽ അവിടെ വരില്ല, അല്ലെങ്കിൽ അവിടെ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ലോജിസ്റ്റിക്സ്, അതുപോലെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഒരു റിസർവ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ആരും അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിരിമുറുക്കം അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവത്തിലും കാണാൻ തുടങ്ങും. ദെൻ കമ്മിങ് ടു ദി ലീഗൽ എൻവയൺമെന്റ്. റൂൾസ് ആൻഡ് ലോസ് ആർ ഫോർമലൈസ്ഡ് ആൻഡ് റിട്ടൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ഏതൊരു ഇൻഡിവിജ്വലും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, മർഡർ ഒരു ക്രൈം ആണ് എന്നതുകൊണ്ടാണല്ലോ പലരും മർഡറിലേക്ക് പോകാത്തത്. നമുക്കൊരാളോട് ഒരുപാട് ദേഷ്യം തോന്നിയാലും നമ്മൾ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരു ക്രൈമിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത്, ആ ക്രൈം ചെയ്താൽ ആ സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വലിനും ആ ക്രൈം സംബന്ധമായിട്ടുള്ള പണിഷ്മെന്റ്സ് കിട്ടും എന്നുള്ളത് കൊണ്ടാണല്ലോ. സോ നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതും, ബിഹേവിയർ എന്തൊക്കെ പുറത്ത് കാണിക്കാം, എന്തൊക്കെ പാടില്ല എന്നുള്ളതും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ലീഗൽ എൻവയൺമെന്റും കൂടിയാണ്. ഇനി നെക്സ്റ്റ് പേഴ്സണൽ ഫാക്ടേഴ്സിലേക്ക് പോകാം. പേഴ്സണൽ ഫാക്ടേഴ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആസ് ബയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ബയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്.
നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, സ്കിൻ, കോംപ്ലക്ഷൻ, വിഷൻ, ഷേപ്പ് എക്സെട്ര. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടോൾ ആൻഡ് സ്ലിം പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ടു ഡ്രസ് വെൽ. അതുപോലെ ഫാറ്റി പീപ്പിൾ ആർ സപ്പോസ് ടു ബി ഓഫ് ജോളി നേച്ചർ. ഇതൊക്കെ നമ്മുടെ പഴയ പല സ്റ്റഡീസിലും വന്നിട്ടുള്ളതാണ്. നമ്മുടെ ബോഡി സ്ട്രക്ചറും നമ്മുടെ ബിഹേവിയറും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന രീതിയിലുള്ള സ്റ്റഡീസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്തരം കണ്ടെത്തലുകൾ. നെക്സ്റ്റ് ഈസ് ഏജ്. ഏജ് വൈസ് ഇപ്പൊ നമ്മൾ യങ്ങർ പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും, എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, അംബീഷ്യസ്, അഡ്വെഞ്ചറസ് ആൻഡ് ദേ വിൽ ബി മോർ റിസ്ക് ടേക്കിംഗ്. നമുക്ക് കുറച്ചുകൂടി പ്രായം ചെന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എന്തൂസിയാസവും എനർജിയും ഒക്കെ കുറച്ചൊന്ന് കുറയും എന്നുള്ളതാണ് വിശ്വാസം. ഇതൊരു 98% ഇത് ശരിയായിരിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് ഓൾഡ് ഏജ് പീപ്പിളിന്റെ അടുത്തും ചിലർക്ക് നമുക്ക് റെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തരം എനർജിയും ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉള്ള ഓൾഡ് ഏജ് പീപ്പിളും ഉണ്ടാകാം. എനിവേ നമ്മൾ മെജോറിറ്റി എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യങ്ങർ പീപ്പിൾ ആയിരിക്കും കൂടുതലും എനർജറ്റിക് ആയിട്ടുള്ളത്. ദെൻ ജെൻഡർ വൈസ് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറെന്റ് ബിഹേവിയേഴ്സ് ആയിരിക്കാം എക്സിബിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ട്രഡീഷണലി നമ്മൾ മെയിലിന് ചില ഫീച്ചേഴ്സും ഫീമെയിലിന് ചില ഫീച്ചേഴ്സും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് ലൈക്ക് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, അനാലിറ്റിക്കൽ സ്കിൽ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഇതൊക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഏകദേശം ഒരേപോലെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡീൽ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ട്രഡീഷണലി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീമെയിൽ ഫോർ നഴ്സേഴ്സ്, ടീച്ചേഴ്സ്, എയർ ഹോസ്റ്റേഴ്സ് അങ്ങനെയുള്ള ജോലിയിലേക്കാണ് ഫീമെയിൽ മെമ്പേഴ്സിനെ കൂടുതൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് എന്നും, ഇപ്പോൾ മെയിൽ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഫൻസ് ജോബ്സ്, പൈലറ്റ്സ്, മൗണ്ടനിയറിങ് അതൊക്കെ കുറച്ചും കൂടി ഒരു മെയിൽ ക്യാരക്ടേഴ്സിന് പറ്റുന്ന ജോലികളാണെന്നൊക്കെ നമ്മൾ കൺവെൻഷനലി നമ്മുടെ വിശ്വാസങ്ങൾ ആ രീതിയിലാണ് വരുന്നത്. ബട്ട് മോഡേൺ സൊസൈറ്റിയിൽ അതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെൻഡറിൽ ബേസ് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദെൻ റിലീജിയൻ വൈസ് നമുക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ വിശ്വാസപരമായിട്ട് നമുക്ക് ആ ബിഹേവിയർ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെന്റ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ പ്രകാരം അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിലും ആ ഡിഫറൻസസ് ഒക്കെ വരും. ദെൻ മെറിറ്റൽ സ്റ്റേറ്റസ്. സിംഗിൾ ആയിരിക്കുന്ന ഒരാളുടെ അത്രയും മൊബിലിറ്റി മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ടൂർ പോകണമെങ്കിൽ വൈഫിന്റെ കൺവീനിയൻസും കംഫർട്ടബിലിറ്റിയും കൂടെ നോക്കേണ്ടതായിട്ട് വരും. സിമിലർലി വൈഫിനും ഒരു ബിസിനസ് ടൂർ ഒക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു കംഫർട്ടും കൂടി അവർക്ക് നോക്കേണ്ടി വരും. അവരുടെ ഒരു കൺവീനിയൻസും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ ഒരു മാരീഡ് പീപ്പിൾ ആണെങ്കിൽ അവർ ആ ഒരു ഡെസിഷൻ എടുക്കുന്നത്. അപ്പൊ സിംഗിൾ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അത്രയും ഒരു മൊബിലിറ്റി മാരീഡ് ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളും കൂടി ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ നമ്മുടെ മൊബിലിറ്റി ഒന്നും കൂടി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടെല്ലാം നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരും. ദെൻ കമ്മിങ് ടു ദി ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ഇസ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് അയാളുടെ ബിഹേവിയറിലും ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡോമിനൻസ്, അഗ്രസീവ്നെസ്, പെർസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഒരാളുടെ ബിഹേവിയറിൽ വരും. ഈ ഓരോ ക്വാളിറ്റി ഉള്ള ആളും ബിഹേവ് ചെയ്യുന്ന ഡിഫറെന്റ് വേയിലായിരിക്കും. ഇപ്പൊ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ടൈപ്പ് എ പേഴ്സണാലിറ്റി അവർ ഒന്നും കൂടെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും, അവർ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉള്ളവരായിരിക്കും. എന്നാൽ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി റിസർവ്ഡ് ആയിരിക്കും, അവർ റുട്ടീൻ വർക്ക്സിലേക്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ പേഴ്സണാലിറ്റി വൈസ് ബിഹേവിയറൽ ഡിഫറൻസസ് വരുന്നത് കാണാറുണ്ട്. ദെൻ റിഗാർഡിംഗ് പെർസെപ്ഷൻ, നമ്മൾ എങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ വ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ വ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വ്യൂ ചെയ്യുന്നു, അതാണല്ലോ പെർസെപ്ഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഫർമേഷൻ എൻറ്റേഴ്സ് അവർ മൈൻഡ് ആൻഡ് വി ഇന്റർപ്രിറ്റ് ഇറ്റ്. നമ്മളെ മൈൻഡിലേക്ക് വരുന്ന ഒരു ഇൻഫർമേഷനെ എങ്ങനെ അത് പ്രോസസ് ചെയ്ത്, എങ്ങനെ അത് ഇന്റർപ്രിറ്റ് ചെയ്ത്, എങ്ങനെ നമ്മൾ അതൊരു ബിഹേവിയർ ആക്കി മാറ്റുന്നു എന്നതാണല്ലോ പെർസെപ്ഷൻ. അപ്പൊ നമ്മുടെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടായി കാണാറുണ്ട്. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്. അതൊരു ടെൻഡൻസിയാണ്, ഒരു പെർട്ടിക്കുലർ വേയിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുക.
It is a tendency to act in a certain way, either favorably or unfavorably. അപ്പൊ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് ഒരാളോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ അയാളോടുള്ള നമ്മുടെ ബിഹേവിയർ ആ രീതിയിലായിരിക്കും. നേരെ മറിച്ച് അയാളോട് നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ അയാളോട് ചിലപ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറായെന്ന് വരില്ല. അവിടെ ഒരു ബിഹേവിയറൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Then coming to the values. Values എന്ന് പറയുമ്പോൾ they are global beliefs that guide actions and judgments across a variety of situations. പല സിറ്റുവേഷൻസിലും എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണ്ട എന്നുള്ളതിന് നമുക്കുള്ള വാല്യൂസ് ആണ് ഈ ബിലീഫ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ബിലീഫ്സിനെ നമുക്ക് വാല്യൂസ് എന്നും തിരിച്ചും മറിച്ചും ഒക്കെ പറയാം. നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ഒക്കെയാണ് നമുക്ക് ഇത്തരം വാല്യൂസ് അല്ലെങ്കിൽ ബിലീഫ്സ് ഒക്കെ ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ വിശ്വാസങ്ങളാണ്. നമുക്ക് ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ്, ഹോണസ്റ്റി, ഒബീഡിയൻസ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ നൽകുന്ന ആളുകളുണ്ട്. പങ്ക്ച്വാലിറ്റി, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലർക്ക് അതിനൊന്നും വലിയ വാല്യൂ നമ്മൾ കാണണമെന്നില്ല. അവരുടെ ഒരു വിശ്വാസം ആ രീതിയിലാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാരന്റ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്. പിന്നെ ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സസും നമ്മുടെ വാല്യൂസിന് ചേഞ്ചസ് വരുത്താറുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ് വാല്യൂസിൽ അവർ ചേഞ്ചസ് വരുത്തുന്നത്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ആ ഒരു വിശ്വാസം എന്താണ് ശരി എന്താണ് തെറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ വിശ്വാസത്തിനാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളും ഫോം ചെയ്യുന്നത്. രണ്ടും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരുന്നു നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഒരു കമ്പനിക്കകത്തുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് തിങ്സ്. ഇത് നമ്മുടെ ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. സം ഫാക്ടേഴ്സ് ലൈക്ക് ഹീറ്റ്, ലൈറ്റ്, നോയ്സ്, വെന്റിലേഷൻ, ക്ലെൻലിനെസ്, നേച്ചർ ഓഫ് ജോബ്, ദ ഫർണിഷിംഗ്, നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് എ ഗിവൺ പ്ലേസ്, ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യും. ഇപ്പൊ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, നല്ല വൃത്തിയുള്ള ഒരു ഓഫീസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്യാം. നേരെ മറിച്ച് ഒരു വൃത്തിയില്ലാത്ത സ്ഥലമാണ്, ഒരുപാട് ക്രൗഡഡ് ആണ്, ചൂടാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് ബിഹേവിയർ കാണിച്ചുകൊണ്ടേയിരിക്കും, ഒരു അസ്വസ്ഥത, ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ഫെസിലിറ്റീസ് നമ്മുടെ ബിഹേവിയറിനെ ആ രീതിയിലൊക്കെ അഫക്റ്റ് ചെയ്യും. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ. ഹൗ ദ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അമംഗ് ഡിഫറെന്റ് ലൈൻസ് ഇൻ ദ അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻസ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്, അതിനനുസരിച്ചൊക്കെ നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പോൾ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേർ ദാറ്റ് പേഴ്സൺ ഫിറ്റ്സ് ഇൻ ടു ദി ഓർഗനൈസേഷണൽ ഹെറാർക്കി. ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഇയാളുടെ പൊസിഷൻ എവിടെയാണ്, അയാൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് അയാളുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് കൺവീനിയന്റ് ആയിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി മോർ സാറ്റിസ്ഫൈഡ്. അപ്പൊ ആർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല, പലരും പല രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെയും ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഫീൽ ചെയ്യുക, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും വരും. എല്ലാം ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും എംപ്ലോയീസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ലീഡർഷിപ്പ്. The leadership is established by the management to provide direction, assistance, advice and coaching to the individuals. നമുക്ക് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് കോച്ചിങ് കൊടുക്കാനും അഡ്വൈസ് കൊടുക്കാനും സപ്പോർട്ട് കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സിസ്റ്റം ആണല്ലോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആ സബോർഡിനേറ്റ്സിനെ ലീഡ് ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഒരുപാട് ഈ ഒരു സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും. ഇപ്പോൾ സുപ്പീരിയേഴ്സ് നല്ല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ബി മോർ സാറ്റിസ്ഫാക്ടറി ആൻഡ് വി വിൽ എക്സിബിറ്റ് സച്ച് എ ബിഹേവിയർ. നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ആ രീതിയിലൊരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കീഴിലുള്ളവരോട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മുടെ സബോർഡിനേറ്റ്സിനോട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ബിഹേവിയർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതായിരിക്കും. അവരിങ്ങോട്ട് റൂഡ് ആവണം എന്നുള്ളതല്ല,
അവർക്ക് അവരുടെ ജോലിയിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയിലും ഒക്കെ പ്രശ്നങ്ങൾ വരും. ദെൻ റിവാർഡ് സിസ്റ്റം നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് റിവാർഡ് സിസ്റ്റം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുക. എത്ര തന്നെ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും അവിടെ ഒരു അപ്രീസിയേഷൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു റെക്കഗ്നിഷൻ ഇല്ല എങ്കിൽ വിൽ ബി ലെസ് മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എത്ര പറഞ്ഞാലും നമുക്ക് ആ ഒരു ജോലിയിലേക്ക് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അപ്പോൾ ആ ഇൻഡിവിജ്വലിൽ നിന്ന് ഉണ്ടാവും. ഇത്രയുമാണ് നമുക്ക് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.